നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾക്കായി നല്ല ദൃശ്യമാതൃകകൾ വീടുകളിലും സ്കൂളുകളിലും ഉണ്ടാവണമെന്ന് തോമസ് മാർ തിമോഥിയോസ് എപ്പിസ്കോപ്പ. സിദ്ധാർത്ഥിന്റെ മരണം ലോകത്തിനു മുന്നിൽ കേരളം ലജ്ജിക്കുന്ന സംഭവമായി മാറിയെന്നും എപ്പിസ്കോപ്പ. പാലായിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. 2.5 കിലോ കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ മരുന്നുക്ഷാമം രൂക്ഷമെന്ന് കോൺഗ്രസ്. വിവിധ ആവശ്യങ്ങളുമായി കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി കവാടത്തിൽ സായാഹ്ന ധർണ. വാർത്തകൾ വിശദമായി. വാഴൂർ സെന്റ് ജോർജസ് യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭ കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ തോമസ് മാർ തിമോഥിയോസ് എപ്പിസ്കോപ്പ ശതാബ്ദി സ്മാരകം സമർപ്പിച്ചു. വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്ക് ഒരു നാടിനെ കൈപിടിച്ചുയർത്തിയ വാഴൂർ സെന്റ് ജോർജസ് യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭ കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ തോമസ് മാർ തിമോഥിയോസ് എപ്പിസ്കോപ്പ സമ്മേളന ഉദ്ഘാടനവും ശതാബ്ദി സ്മാരക സമർപ്പണവും നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കായി നല്ല ദൃശ്യമാതൃകകൾ വീടുകളിലും സ്കൂളുകളിലും ഉണ്ടാവണമെന്ന് തോമസ് മാർ തിമോഥിയോസ് എപ്പിസ്കോപ്പ പറഞ്ഞു. വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒന്നായി മാറി. ലോകത്തിന് മുന്നിൽ കേരളം ലജ്ജിച്ചു പോകുന്ന നികൃഷ്ട സംഭവമായി സിദ്ധാർത്ഥിന്റെ മരണം മാറിയെന്നും തോമസ് മാർ തിമോഥിയോസ് എപ്പിസ്കോപ്പ പറഞ്ഞു. വിസിബിൾ മോഡൽസ്, നല്ല ദൃശ്യ മാതൃകകൾ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് മാതൃകളായിരിക്കണം. പഠിക്കാൻ വരുന്ന വിദ്യാലയത്തിലെ കലാലയത്തിലെ അധ്യാപകർ അനധ്യാപകർ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരിക്കണം. സ്നേഹിക്കണമെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് കാണിച്ച് പഠിപ്പിച്ചാൽ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും സ്നേഹം കൈവിട്ടു പോവുകയില്ല. അല്ലെങ്കിൽ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന് കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ അധികമായി ഈ കലാലയത്തിൽ വരുമ്പോൾ ഒരു കൂട്ടുകാരന് ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ സ്നേഹിക്കത്തക്കോണം കരുതുവാൻ തക്കോണം ചില നല്ല നല്ല ദൃശ്യ മാതൃകകൾ കാണിച്ചു കൊടുത്താൽ ഈ കുഞ്ഞൊരിക്കലും മറക്കുകയല്ല. നമുക്കറിയാമല്ലോ, ഈ വെറ്റിനറി കോളേജിൻ്റെ ക്യാമ്പസിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നൊരു കുട്ടിയെ 18 കുഞ്ഞുങ്ങൾ സമപ്രായക്കാരായ ചെറുപ്പക്കാർ എത്ര നിഷ്ഠൂരമായി കൊല ചെയ്ത സംഭവം കേരളത്തിൻ്റെ മനസാക്ഷിയെ മൊത്തം മരവിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതൊന്ന് മീഡിയയിലൂടെ എങ്ങും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ എന്തേ കേരളത്തിനുള്ള അഭിമാനത്തിന് വകയായിട്ടുള്ളത്? കേരളം ലജ്ജിക്കത്തക്ക വിധത്തിലുള്ള നികൃഷ്ടമായി. ലോക്കൽ മാനേജർ ഫാദർ ലിജോ ജോൺസൺ അധ്യക്ഷനായി. വാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജി, ഹെഡ് മിസ്ട്രസ് മേരി മാത്യു, PTA പ്രസിഡന്റ് രമ്യ ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലായിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. പശ്ചിമ ബംഗാളിൽ നിന്നും കൊണ്ടുവന്ന 2.5 കിലോയോളം കഞ്ചാവുമായി 2 പശ്ചിമ ബംഗാൾ സ്വദേശികളെ പാല എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പാല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ദിനേശ് ബിയുടെ നേതൃത്വത്തിൽ പാല എക്സൈസ് റേഞ്ച് ടീം നടത്തിയ റെയ്ഡിൽ പശ്ചിമ ബംഗാളിൽ നിന്നും ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന ശേഷം പാലയിൽ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന 2.4 കിലോ കഞ്ചാവ് പിടിച്ചു. സംഭവത്തിൽ പശ്ചിമ ബംഗാൾ സ്വദേശി ആരിഫ് അഹമ്മദ്, മുഷീദാബാദ് ബാരമുള്ള സ്വദേശി ട്യൂട്ടൽ എന്നിവർ അറസ്റ്റിലായി. ട്രെയിനിൽ AC കമ്പാർട്ട്മെന്റിലായിരുന്നു സ്ഥിരമായി ഇവർ കഞ്ചാവ് കടത്തിക്കൊണ്ടിരുന്നതെന്ന് അന്വേഷണത്തിൽ വെളിവായി. ലോക്സഭ ഇലക്ഷനോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവ് കാലയളവിൽ എക്സൈസ് പരിശോധനകൾ കർശനമാക്കിയ സാഹചര്യത്തിലാണ് പ്രതികൾ കഞ്ചാവുമായി അറസ്റ്റിലാകുന്നത്. കൂടുതൽ പ്രതികൾ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. റെയ്ഡിൽ പാല റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ദിനേശ് ബി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ്, പ്രിവന്റേറ്റീവ് ഓഫീസർ അനിൽകുമാർ KV, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് മനു ചെറിയാൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ തൻസീർ അഖിൽ പവിത്രൻ, അരുൺ ലാൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പ്രിയ K ദിവാകരൻ, എക്സൈസ് ഡ്രൈവർ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ മരുന്നുക്ഷാമം രൂക്ഷമെന്ന ആക്ഷേപവുമായി കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി. ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങളുമായി പ്രവർത്തകർ ആശുപത്രി കവാടത്തിൽ സായാഹ്ന ധർണ നടത്തി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ഫാർമസിയിൽ നിലവിലുള്ള മരുന്നുക്ഷാമം പരിഹരിക്കുക, അത്യാഹിത വിഭാഗത്തിൽ രാത്രി ഡ്യൂട്ടിയിൽ 2 ഡോക്ടർമാരുടെയും കൂടുതൽ നഴ്സുമാരുടെയും സേവനം ഉറപ്പുവരുത്തുക, ദിനംപ്രതി OP കാഷ്വാലിറ്റിയിൽ ചികിത്സ തേടിയെത്തുന്ന 1000ഓളം രോഗികളിൽ അഡ്മിറ്റ് ചെയ്യുന്നവർക്കും മെഡിക്കൽ കോളേജുകളിലേക്ക് റഫർ ചെയ്ത് റിവേഴ്സ് ചെയ്തു വരുന്ന രോഗികൾക്കുമായി മെഡിക്കൽ വാർഡിലും പോസ്റ്റ് സർജിക്കൽ വാർഡിലും പുരുഷനും സ്ത്രീക്കുമായി 50% ബെഡ് സൗകര്യം വർദ്ധിപ്പിക്കുക, എക്സ്റേ യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കുക, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായ സാധനങ്ങൾ രോഗികളെ കൊണ്ട് ആശുപത്രിക്ക് പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി ആശുപത്രി കവാടത്തിൽ സായാഹ്ന ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലക്കുന്നിന്റെ അധ്യക്ഷതയിൽ താലൂക്ക് സർക്കാർ സഹകരണ യൂണിയൻ ചെയർമാൻ P സതീഷ് ചന്ദ്രൻ നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ചിറക്കടവ് മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ആശ്രയത്തിന്റെയും അഭയത്തിന്റെയുമായ ഒരു കേന്ദ്രമാണ്. വളരെ ദീർഘമായ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ പൊതുരംഗത്ത് പ്രവർത്തിച്ച പഞ്ചായത്ത്, സംസ്ഥാന ഗവൺമെന്റ് സംവിധാനങ്ങളുടെയൊക്കെ നിർലോഭമായ സഹകരണങ്ങള് രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഹോസ്പിറ്റൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തു നമ്മളൊക്കെ അംഗീകരിക്കുക. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി രാജ് മുഖ്യപ്രഭാഷണം നടത്തി. ചിറക്കടവ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഭിലാഷ് ചന്ദ്രൻ, സനോജ് പനക്കൽ, ടി കെ ബാബുരാജ്, ടി പി രവീന്ദ്രൻപിള്ള, റോസമ്മ ടീച്ചർ, ലൂസി ജോർജ്, പഞ്ചായത്ത് അംഗം എം ടി പ്രീത എന്നിവർ പ്രസംഗിച്ചു. ധർണയ്ക്ക് മുമ്പ് നടന്ന പ്രകടനത്തിൽ ഇന്ദുകല എസ് നായർ, ത്രേസ്യാമ ബിജി, ബിനേഷ് ചെറുവള്ളി, ബിജു മുണ്ടുവേലി, തോമസ് മണ്ണാത്ത്, എം ആർ രഞ്ജിത്ത്, എം സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം കഞ്ഞിക്കുഴിയിൽ നിയന്ത്രണം നഷ്ടമായ കാർ റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറി. എതിരെ അമിത വേഗതയിലെത്തിയ KSRTC ബസ് കണ്ട് കാർ വെട്ടിച്ചപ്പോഴാണ് വാഹനം നിയന്ത്രണം വിട്ടത്. അമിത വേഗതയിൽ എതിർദിശയിലെത്തിയ KSRTC ബസ് കണ്ട് വെട്ടിച്ചു മാറ്റുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായ കാർ റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറി. കോട്ടയം കഞ്ഞിക്കുഴിയിൽ റോഡരികിലായിരുന്നു അപകടം. കഞ്ഞിക്കുഴി ജംഗ്ഷൻസിലെ തരംഗ സിൽക്സിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് അപകടമുണ്ടായത്. കളത്തിപ്പടി ഭാഗത്തു നിന്നും KK റോഡിലൂടെ എത്തിയ കാർ ഇറഞ്ഞാൽ റോഡിലേക്ക് തിരിയുന്നതിനായി റോഡിന് നടുവിൽ വേഗം കുറച്ചു. ഇതിനിടെ എതിർദിശയിൽ നിന്നും അമിത വേഗത്തിൽ എത്തിയ KSRTC ബസ് കണ്ട ഡ്രൈവർക്ക് കാറിന്റെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. തുടർന്ന് കാർ റോഡരികിലെ വസ്ത്രവ്യാപാരശാലയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. യുവതിയാണ് കാർ ഓടിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംരക്ഷിക്കാൻ സംവിധാനമില്ലാത്തതിനാൽ സംസ്ഥാന പാതയിലെ സോളാർ വിളക്കുകൾ നശിക്കുന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പൊൻകുന്നം മുതൽ തൊടുപുഴ വരെയുള്ള ഭാഗത്തെ സോളാർ വിളക്കുകളാണ് കണ്ണടച്ചത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പൊൻകുന്നം മുതൽ തൊടുപുഴ വരെയുള്ള ഭാഗത്ത് സോളാർ വിളക്കുകളിൽ പ്രവർത്തിക്കുന്നവ വിരലിലെണ്ണാവുന്നവ മാത്രമായി ചുരുങ്ങി. സോളാർ വിളക്കുകൾ സംരക്ഷിക്കുവാനായി അനർട്ടിന് ചുമതല കൈമാറുവാനുള്ള നടപടികൾ അനിശ്ചിതത്വത്തിലാണ്. കോടികൾ മുടക്കി സ്ഥാപിച്ച സോളാർ ലൈറ്റുകൾ സംരക്ഷിക്കുവാൻ ഏജൻസിയെ നിയമിക്കുവാനുള്ള നടപടികൾ വൈകുന്നതിനാൽ നൂറുകണക്കിന് സോളാർ വിളക്കുകളാണ് ഇതിനോടകം നശിച്ചത്. 10 കോടി രൂപയോളം ചെലവിട്ടാണ് KSTP സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സംസ്ഥാന പാതയിലുടനീളം സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. വിളക്കുകൾ കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുവാനും നവീകരിക്കുവാനും ലക്ഷ്യമിട്ട് അനർട്ടുമായി കരാറുണ്ടാക്കാൻ നടപടികൾ തുടങ്ങിയിരുന്നു. 1.5 വർഷം മുൻപ് അനർട്ടിന്റെ നേതൃത്വത്തിൽ വിളക്കുകളിലെ ബാറ്ററികളുടെ കാര്യക്ഷമത പരിശോധിച്ചിരുന്നു. എന്നാൽ ഏറ്റെടുത്ത് സംരക്ഷിക്കുവാനുള്ള നടപടികൾ ഉണ്ടായില്ല. 2014 സംസ്ഥാന പാത വീതി കൂട്ടി നിർമ്മാണം തുടങ്ങിയത്. 2017 നിർമ്മാണം പൂർത്തിയായി. തൂണുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചാണ് വിളക്കുകൾ സജ്ജമാക്കിയത്. സോളാർ വിളക്കുകൾ തുടക്കത്തിൽ സംസ്ഥാന പാതയെ പ്രകാശപൂരിതമാക്കിയിരുന്നു. എന്നാൽ 1 വർഷം കഴിഞ്ഞതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സോളാർ വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതുമൂലം നിരവധി എണ്ണം പ്രവർത്തനരഹിതമായി. പിന്നീട് ഓരോ ദിവസം കഴിയുമ്പോഴും കേടാവുന്നതിന്റെ എണ്ണം കൂടിക്കൂടി വന്നു. വാഹനങ്ങൾ ഇടിച്ച സോളാർ തൂണുകൾ പലതും തകർക്കപ്പെട്ടു. വാഹനങ്ങൾ ഇടിച്ച് സോളാർ തൂണുകൾ തകരുമ്പോൾ വാഹന ഉടമകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുപോലും പുനഃസ്ഥാപിച്ചിട്ടില്ല. സോളാർ വിളക്കുകളുടെ നാശം പൂർണ്ണമായതോടെ ഇപ്പോൾ പഞ്ചായത്തുകൾ തെരുവ് വിളക്കുകൾ പലയിടത്തും സ്ഥാപിക്കുകയാണ്. സോളാർ വിളക്കുകൾ പ്രവർത്തന സജ്ജമാക്കണമെന്നും സംരക്ഷണ ചുമതല അനർട്ട് ഏറ്റെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലാ. മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് ഈ മാസം 14 കൊടിയേറും. പള്ളിവേട്ട ദിനമായ മാർച്ച് 22 ഉച്ചകഴിഞ്ഞ് നടക്കുന്ന ഗജമേളയാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം. അഭീഷ്ടവരദായിനിയും ദേശാധിപയുമായ കൊടുങ്ങൂരമ്മയുടെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് ഈ മാസം 14 കൊടിയേറും. 14-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കൊടിക്കൂറയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് 5:30 തൃക്കൊടിയേറ്റും. തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റും. തുടർന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ചുമർ ചിത്രത്തിന്റെ മിഴിതുറക്കൽ നിർവഹിക്കും. മാർച്ച് 15 വെള്ളിയാഴ്ച മുതൽ 21-ാം തീയതി വ്യാഴാഴ്ച വരെ രാവിലെ ഉത്സവബലിയും 12:30 ഉത്സവബലി ദർശനവും നടക്കും. മാർച്ച് 22 വെള്ളിയാഴ്ചയാണ് പള്ളിവേട്ട. അന്നേ ദിവസം രാവിലെ 8:30 മുതൽ 11:30 വരെ ശ്രീബലി എഴുന്നള്ളിപ്പ് നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5 മണി വരെ ഗജമേള നടക്കും. വേണാട്ടുമറ്റം കല്യാണി, വടക്കേക്കര റീന, തോളൂർ വിജയലക്ഷ്മി, തോട്ടക്കാട്ട് കുഞ്ഞിലക്ഷ്മി, തോട്ടക്കാട്ട് പാഞ്ചാലി, ഗുരുവായൂർ ദേവി, ചാന്നാനിക്കാട് ഷീല,
ഉള്ളൂർ ഇന്ദിര, കളിപ്പുരയിൽ ശ്രീദേവി എന്നീ ഗജറാണിമാർ ഗജമേളയിൽ അണിനിരക്കും. മാർച്ച് 23 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 11 വരെ കാവടിയാട്ടം നടക്കും. അന്നേ ദിവസം വൈകുന്നേരം 4:30 തിരുവാറാട്ടും ദർശനവും. ഇത്തവണത്തെ തിരുവുത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതായി ഉപദേശക സമിതി സെക്രട്ടറി BC റനീഷ് കുമാർ പറഞ്ഞു. കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം 2024 മാർച്ച് മാസം 14 തീയതി തന്ത്രിമുഖ്യൻ പെരിഞ്ചേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ കൊടിയേറി 23 തീയതി ആറാട്ടോട് കൂടിയിട്ട് സമാപിക്കുകയാണ്. വിവിധങ്ങളായ പരിപാടികളോട് കൂടിയിട്ട് പൂർവാധികം ഭംഗിയായി ഉത്സവം ആഘോഷിക്കുന്നതിന് വേണ്ടി ക്ഷേത്രോപദേശ സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. മുൻവർഷങ്ങളിൽ അതുപോലെ 9 ആനകൾ അണിനിരക്കുന്ന ഗജമേളയും ആറാട്ടും മറ്റു കാര്യങ്ങളും എല്ലാം വളരെ വിപുലമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രകലകൾ ഉൾപ്പെടെയുള്ള കലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധങ്ങളായ കലാപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ വർഷം മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 9ാം ഉത്സവത്തിലാണ് ഗജമേള. നമുക്കറിയാം ആറാട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിപുലമായ ചടങ്ങുകൾ ഉള്ളതുകൊണ്ട് ഈ വർഷം സൗകര്യപ്രദമായിട്ട് നമ്മൾ തലേദിവസം 9ാം ഉത്സവത്തിലേക്ക് ഗജമേള മാറ്റിയിട്ടുണ്ട്. തിരുവുത്സവത്തിന്റെ വിവിധ ദിവസങ്ങളിൽ വിവിധങ്ങളായ കലാപരിപാടികൾ നടക്കും. നാടൻ പാട്ടുകൾ, നൃത്തനൃത്യങ്ങൾ, ചാക്യാർകൂത്ത്, കൊച്ചിൻ സ്റ്റാർ വിഷന്റെ മെഗാ ഷോ, കഥകളി, തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. പ്രകാശ് സാരംഗ് നയിക്കുന്ന ഗാനമേള, വാഴൂർ ദേവരാഗം മ്യൂസിക്കിന്റെ ഗാനമേള, പിന്നണി ഗായിക കീർത്തന ശബരീഷ് നയിക്കുന്ന ആലപ്പുഴ റൈബാന്റെ ഗാനമേള, ഡ്രീം വോയിസ് കോട്ടയം നയിക്കുന്ന ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈഫ് ഫസ്റ്റ് റണ്ണറപ്പ് കൊടുങ്ങൂർ സ്വദേശിനി അമൃത ജയകുമാർ പങ്കെടുക്കുന്ന ഗാനമേള, കൊച്ചിൻ കൈരളി കമ്മ്യൂണിക്കേഷന്റെ ഗാനമേള എന്നിവയും വിവിധ ദിവസങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജനവാസ മേഖലയിലെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ശക്തമായ നടപടി വേണമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. വനത്തിലെ മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പൂക്കോട്ട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും PJ ജോസഫ് ആവശ്യപ്പെട്ടു. കാടുകളിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളം ലഭിക്കണം. തടയണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടിയിരിക്കും. അതുപോലെ ഭക്ഷ്യവസ്തുക്കളുണ്ടാകണം. ഇപ്പോഴും അക്കേഷ്യയും അതുപോലുള്ള ഭക്ഷണം നടന്നതിന് പകരം ഈറ്റയും മുളയും ആനയ്ക്ക് ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാകും. ഫെൻസിങ് ഏർപ്പെടുത്തണം. ട്രെഞ്ചുകളുണ്ടാകും. ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായാൽ കർഷകർക്ക് വലിയ തോതിൽ നഷ്ടപരിഹാരം നൽകണം. ഈ കാര്യങ്ങൾ വലിയ വീഴ്ചയാണ് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അതിജീവനത്തിന്റെ 1/4 നൂറ്റാണ്ടിന്റെ ചരിത്രവുമായി രചന. കോട്ടയം ജില്ലയിലെ കുടുംബശ്രീ CDSകളുടെ ചരിത്രം തയ്യാറാക്കുന്ന രചനാ പുസ്തകങ്ങളുടെ പ്രകാശനം കോട്ടയത്ത് നടന്നു. കോട്ടയം ജില്ലയിലെ 78 കുടുംബശ്രീ CDSകളുടെയും ചരിത്രം ഉൾക്കൊള്ളുന്ന രചന പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു പ്രകാശനം നിർവഹിച്ചു. 25 വർഷത്തെ കുടുംബശ്രീയുടെ ചരിത്രം കേരളത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ചരിത്രമാണെന്നും കേരള വികസന ചരിത്രത്തിൽ നിസ്തുലമായ പങ്കാളിത്തമാണ് കുടുംബശ്രീ നൽകിയിരിക്കുന്നതെന്നും KV ബിന്ദു പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ കുടുംബശ്രീയുടെ പങ്കാളിത്തത്തോടെ സാമ്പത്തിക സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നും KV ബിന്ദു കൂട്ടിച്ചേർത്തു. അവകാശങ്ങളെന്ന് പറഞ്ഞു വരുമ്പോഴും കേരളത്തിൽ മാത്രമേ ഈ സംവിധാനം ഇതുപോലെ പോകുന്നുള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കുടുംബശ്രീയെ പഠിക്കാൻ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ പ്രാവർത്തികമാക്കാൻ ഒരു സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല. അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ജില്ലാ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രകാശ് B നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടയം നോർത്ത് ചെയർപേഴ്സൺ നളിനി ബാലൻ, കോട്ടയം സൗത്ത് CDS ചെയർപേഴ്സൺ ജ്യോതിമോൾ PG തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ 11 ബ്ലോക്കുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് CDS ചെയർപേഴ്സൺമാർ സംസാരിച്ചു. ജില്ലയിലെ 78 CDSകളിലെ കഴിഞ്ഞ 25 വർഷത്തെ ചരിത്രം വനിതകൾ തന്നെ എഴുതുന്ന പ്രക്രിയയായിരുന്നു രചന. സംസ്ഥാനത്തെ 1070 CDSകളുടെ രചനയുടെ സമാപനം ഈ വരുന്ന 8-ാം തീയതി വനിതാ ദിനത്തിൽ തിരുവനന്തപുരത്ത് വച്ച് രചനയുടെ പ്രകാശനത്തോടെ നടക്കും. ജില്ലയിലെ CDS ചെയർപേഴ്സൺമാർ, അക്കൗണ്ടന്റുമാർ, റിസോഴ്സ് പേഴ്സൺമാർ, രചന അക്കാദമി കമ്മിറ്റി, രചനാ കമ്മിറ്റി, പഞ്ചായത്ത് പ്രതിനിധികൾ, ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഇത്തരമൊരു പരിപാടി പൂർത്തിയാക്കാൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാത്തിരിപ്പിന് വിരാമമായി. കാരിത്താസ് റെയിൽവേ മേൽപ്പാലം മാർച്ച് 7 നാടിന് സമർപ്പിക്കും.
കോട്ടയം കാരിത്താസ് റെയിൽവേ മേൽപ്പാലം മാർച്ച് 7-ന് നാടിന് സമർപ്പിക്കുമെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. 13.60 കോടി രൂപ ചെലവിലാണ് മേൽപ്പാലം നിർമ്മിച്ചത്. റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം RBDCKയെ ചുമതലപ്പെടുത്തുകയും 2013 ജൂലൈയിൽ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ 2019 ജനുവരിയിലാണ് പൂർത്തീകരിച്ചത്. തുടർന്ന് 10.8 കോടി രൂപയുടെ സാങ്കേതിക അനുമതി ലഭിച്ചെങ്കിലും ടെൻഡറിൽ ആരും പങ്കെടുത്തില്ല. 2022 ഏപ്രിലിൽ റീടെൻഡർ ചെയ്തു. 13.60 കോടി രൂപയ്ക്ക് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തത്. 2022 ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ചു. 15 മാസമായിരുന്നു നിർമ്മാണ കാലാവധി. പദ്ധതി പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചതായും മന്ത്രി പറഞ്ഞു. 18/11/2022 ഉത്തരവ് പ്രകാരമാണ് ഈ വർക്ക് അവർക്ക് ഉറപ്പിച്ചു. അവർക്ക് കൊടുത്തിരുന്ന കാലാവധി എന്ന് പറയുന്നത് 15 മാസമാണ്. ഞങ്ങളിതിന്റെ നിർമ്മാണ പ്രവർത്തനം വീണ്ടും തുടങ്ങുന്നതിന് വേണ്ടി എടുത്ത് 2022 ഡിസംബർ മാസം ഏതാണ്ട് 13 മാസം മാത്രമാണ് ഇപ്പോൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. വെച്ചാൽ നിശ്ചയിച്ച സമയത്തിന് മുമ്പ് തന്നെ വർക്ക് തീർത്തു വന്നിരിക്കുന്നു. അത് മനോഹരമായി തീർത്തു വന്നിരിക്കുന്നു. ഈ ജില്ലയിലെ ഏറ്റവും വലിയ റെയിൽവേ മേൽപ്പാലമാണ് ഇപ്പോൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സമയബന്ധിതമായി സമയത്തിന് മുമ്പേ നമുക്ക് തീർത്തു വന്നിരിക്കുന്നു. മാർച്ച് 7-ന് വൈകുന്നേരം 4:30 നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി V.N. വാസവൻ അധ്യക്ഷനാകും. കോണത്താറ്റ് പാലത്തിന്റെ അപ്രോച്ച് റോഡ് മികച്ച ഗുണനിലവാരത്തോടെ നിർമ്മിക്കുന്നതിന് 5.50 കോടി രൂപ അനുവദിച്ചതായും നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം കാരിത്താസ് റെയിൽവേ മേൽപ്പാലം തുറക്കുന്നത് ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് നാട്ടുകാരും പ്രതികരിച്ചു. നാട്ടിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു കാരിത്താസ് മേൽപ്പാലം. 22 വർഷക്കാലമായി അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ഇതൊരു കാലത്തും നടക്കില്ല എന്ന് പറയുമ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ V.N. വാസവൻ ഇവിടെ MLA ആയി വരുന്നതും മന്ത്രിയാകുന്നത്. അതിനുശേഷം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഇടപെടലോട് കൂടി നല്ല രീതിയിൽ ഈ പാലം പൂർത്തീകരിക്കുവാനും അത് പറഞ്ഞിരുന്ന സമയത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട V.N. വാസവൻ മന്ത്രിയായതിനു ശേഷം ഈ കാര്യത്തിന് ദ്രുതഗതിയിലുള്ള ഒരു നടപടികളാണ് നടന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തിയാണ് ഇന്ന് ഞാനും ഈ നാട്ടുകാരും സ്വപ്നം കണ്ട ഈ സംരംഭം ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ നാട്ടിലുള്ള എല്ലാവിധ ആൾക്കാർക്കും സന്തോഷവും അതിലുപരി അഭിമാനവുമാണ്. ഈ പ്രദേശത്തിന്റെ ഒരു തിരുവക്കുറിയായി ഈ കാരിത്താസ് മേൽപ്പാലം മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൂക്കോട്ട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ RYF പ്രതിഷേധിച്ചു. കോട്ടയം ഗാന്ധി സ്ക്വയറിലായിരുന്നു പ്രതിഷേധം. പൂക്കോട്ട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് RYF കോട്ടയത്ത് തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. RYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ച് RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ ഉദ്ഘാടനം ചെയ്തു. കലാലയങ്ങളിൽ നിന്നും SFIയെ തുടച്ചു നീക്കണം എന്നും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFIക്ക് പൂർണ്ണ ഉത്തരവാദിത്തമെന്നും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് എടുക്കുന്നതെന്നും ഉല്ലാസ് കോവൂർ പറഞ്ഞു. ഈ അന്വേഷണത്തെ മരവിപ്പിക്കുവാനും ഈ അന്വേഷണത്തിനെ സ്വാധീനിക്കുവാനും CPIMന്റെ മുൻ MLA ആയ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗുരുതരമായ ക്രമക്കേടാണ് ഈ ഭാഗത്ത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒരു കൊലയാളി സംഘത്തെ പകൽ പോലെ വ്യക്തമായി സംരക്ഷിക്കുവാൻ ഒരു CPIMന്റെ മുൻ MLA ആ കൊലയാളി സംഘത്തിനെ അനുഗമിച്ചു. ആ കോടതി മുറിയിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് കടന്നുകയറി ആ കുറ്റത്തെ മറയ്ക്കുവാനുള്ള ശ്രമം നടത്തി. ഡീനിനെ സസ്പെൻഡ് ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ MV ഗോവിന്ദനടക്കമുള്ള ആളുകൾ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ് ഈ കേസിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. പോലീസിനെ സ്വാധീനിച്ച് ഈ ക്രിമിനൽ കൂട്ടത്തെ, ഈ ഫാസിസ്റ്റ് വിദ്യാർത്ഥി സംഘത്തെ കേരളത്തിന്റെ കലാലയങ്ങളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കണമെന്നാണ് RYF ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് അഖിൽ കുര്യൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TS തോമസ്, RSP ജില്ലാ സെക്രട്ടറി TC അരുൺ, അൻസാരി കോട്ടയം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും നിഷേധിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് അസോസിയേഷൻ മീനച്ചിൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലാ സബ് ട്രഷറിക്ക് മുന്നിൽ അവകാശ ചങ്ങല സംഘടിപ്പിച്ചു. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബോബിൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. അറിയിപ്പ്
സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ തിരുവഞ്ചൂരിൽ പ്രവർത്തിക്കുന്ന സർക്കാർ വൃദ്ധസദനത്തിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ മാർച്ച് 15 ഉച്ചകഴിഞ്ഞ് 3 മണിവരെ സ്വീകരിക്കും. അന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് കൊട്ടേഷൻ തുറക്കും. വിവരങ്ങൾക്ക് ഫോൺ 0481-277-0430. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചിംഗ് ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി +2 SSLC യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ഫോൺ 7994449314. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികൾക്കായി നല്ല ദൃശ്യമാതൃകകൾ വീടുകളിലും സ്കൂളുകളിലും ഉണ്ടാവണമെന്ന് തോമസ് മാർ തിമോഥിയോസ് എപ്പിസ്കോപ്പ. സിദ്ധാർത്ഥിന്റെ മരണം ലോകത്തിനു മുന്നിൽ കേരളം ലജ്ജിക്കുന്ന സംഭവമായി മാറിയെന്നും എപ്പിസ്കോപ്പ. പാലായിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. 2.5 കിലോ കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ മരുന്നുക്ഷാമം രൂക്ഷമെന്ന് കോൺഗ്രസ്. വിവിധ ആവശ്യങ്ങളുമായി കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി കവാടത്തിൽ സായാഹ്ന ധർണ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.